24 മണിക്കൂർ തസ്ബീഹ് ഉരുട്ടുന്ന ചെറുപ്പക്കാരാ, നീ സമ്പാദ്യത്തിൽ കുറച്ച് ന്യൂനത വന്നു പോയപ്പോ നിന്റെ സമ്പാദ്യം അധികരിപ്പിക്കുന്നതിന് വേണ്ടി ദിർഹമുകളും ദിനാറുകളും പലിശയ്ക്ക് കൊടുത്തില്ലേ? ആ പലിശയ്ക്ക് കൊടുത്ത പൈസ വാങ്ങാൻ വേണ്ടി ആഴ്ചതോറും നീ കറങ്ങി നടക്കാറില്ലേ? അത് നാട്ടിലൂടെ വ്യാപിച്ചില്ലേ? ഇല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, എത്ര നമസ്കരിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും ഏത് നാട്ടിൽ പലിശ വ്യാപിക്കുന്നുവോ അധികരിക്കുന്നുവോ ആ നാട്ടിൽ ഞാൻ മഴ നൽകുകയില്ല, ആ നാട്ടിൽ ഞാൻ വെള്ളം നൽകുകയില്ല, ആ നാടിനെ ഞാൻ ക്ഷാമം കൊണ്ട് പരീക്ഷിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ ഒഴിവാക്കിയിട്ടൊന്ന് ദുആ ചെയ്തു നോക്ക്, നാളെ അല്ലാഹു നമുക്ക് മഴ നൽകും. വല്ലാഹു തമ്പുരാന തന്നെയാണ് സത്യം, ആണയിട്ട് ഞാൻ പറയുകയാണ്. ഈ പലിശ സമ്പ്രദായം വലിച്ചെറിഞ്ഞത് ആദരവായ റസൂലുള്ളാഹി തങ്ങളല്ലേ? ലോകത്തെ ഏറ്റവും വലിയ കൊള്ള പലിശക്കാരൻ ആരായിരുന്നെന്ന് പറയട്ടെയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നില്ലേ? ഫത്ഹ് മക്കയുടെ ദിവസത്തിൽ, മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ പ്രഖ്യാപനം എന്തെന്ന് പറയട്ടെയോ? എന്റെ രണ്ട് കാലിന്റെ കീഴിൽ ഈ മക്കാരുടെ സകലമാന പലിശ സമ്പ്രദായത്തെയും ഞാനിതാ വലിച്ചെറിയുകയാണ് സഹാബ. അവ്വലുൽ റിബാ റിബൽ അബ്ബാസ്. ആദ്യമായി ഞാൻ എന്റെ കാലിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന പലിശ സമ്പ്രദായം എന്റെ പിതൃവ്യനായ ഇളയാപ്പയായ കൊച്ചാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പലിശ സമ്പ്രദായത്തെയാണ് ഞാനിതാ പുറങ്കാലുകൊണ്ട് വലിച്ചെറിയുകയാണ്. സഹാബത്തേ, ഒരാള് പോലും ഇനി ഖിയാമത്ത് നാൾ വരെ ആരാന്റെ മുതൽ പലിശയുടെ 1 രൂപയെങ്കിലും ഭക്ഷിക്കരുത്, ഭക്ഷിക്കരുത്, ഭക്ഷിക്കരുത്.